ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഗോപിന. ഞാൻ അഭിജിത്ത്. അപ്പൊ നമ്മുടെ യൂട്യൂബ് ഫാമിലി ഇപ്പോ 15K, അതായത് 15,000 സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കാണ്. താങ്ക്സ് ടു യു. അപ്പോൾ അത് പ്രമാണിച്ച് നമ്മൾ കുറച്ച് ഫിഷിന് ഇറങ്ങാൻ പോവാണ്. അപ്പോൾ എൻ്റെ പഴയ വീഡിയോ കണ്ടാൽ അറിയാം, ഒരു 3 വർഷം മുമ്പുള്ള ഷോർട്സിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഒരു വലിയൊരു റെഡ് ടൈൽ ക്യാറ്റ് ഫിഷ് നമ്മുടെ കയ്യിലുണ്ടാവും. ഈ അക്കോർത്ത് തന്നെ എടുക്കുന്നുണ്ടായിരുന്നേ. അത് നമ്മളെടുത്ത് കീഴിലത്തെ ഒരു ഫാമിൽ നിന്നാണ്. ഇത്രയും ചെറിയ സൈസ് ഉള്ളപ്പോൾ എടുത്തതാണ്. അത് 2 ഫീറ്റ് അടുത്ത് വന്നു. പിന്നെ ഞാൻ ഷിപ്പിലായതുകൊണ്ട് ഇവിടെ വീട്ടുകാർക്ക് വെള്ളം മാറ്റാനുള്ള കുറച്ച് ബുദ്ധിമുട്ടുണ്ടായി. ആ സമയത്ത് അത് മരിച്ചുപോയി. അപ്പോൾ നമ്മൾ ഇന്ന് ആ ഫാമിലേക്ക് പോയിട്ട് അവിടെ ഏതൊക്കെ ഫിഷ് ഉണ്ടെന്ന് നോക്കിയിട്ട് അതിന് നല്ല ഒരെണ്ണം ചൂസ് ചെയ്യാൻ പോവാണ്. പക്ഷെ പോണതിന് മുമ്പ് നമുക്കൊരു കാര്യം ചെയ്യാനുണ്ട്. ഇവന്റെ വയറ് അത്യാവശ്യം ഫില്ലാണ്, പക്ഷെ ഇവനൊന്നും ഓവർ ഫീഡ് ചെയ്യേണ്ട കാര്യമുണ്ട്. കാരണം ഫിഷിനിട്ടാൽ അവൻ ചിലപ്പോൾ അടിക്കും. അതുകൊണ്ട് നമുക്ക് ഇവന് തിലോപ്പിയുടെ കുറച്ച് 2-3 കഷ്ണങ്ങളെയും കൊടുത്തിട്ടുണ്ടാവും. ഒരു ടെയിൽ പീസും കൂടി ബാക്കിയുണ്ട്, അതും കൊടുത്തു നോക്കാം. അപ്പൊ ഇന്നലെ ഞാൻ വാങ്ങിച്ചുകൊണ്ട് വന്ന വലിയൊരു ഫിഷാണ്. അതിന്റെ ഈ ടെയിൽ മാത്രമേ ബാക്കിയുള്ളൂ, ബാക്കിയൊക്കെ അവൻ തിന്നിട്ടുണ്ട്. എന്നാലും ഇതും കൂടി അവന് കൊടുക്കാം. ഇന്നലെ എൻ്റെ ഹാൻഡ് ഫീഡൊക്കെ ചെയ്തേട്ടോ, പക്ഷെ അവളുടെ വയറ് ഫില്ലായതുകൊണ്ടായിരിക്കും ഇപ്പോൾ ഹാൻഡ് ഫീഡിനൊന്നും വരുന്നില്ല. അവിടെ തന്നെ എടുക്കുക. എന്നാലും നമുക്ക് ഇട്ട് കൊടുക്കാം, അവൻ തിന്നോളൂ. ഇതെന്തായാലും ഞാൻ തിരിച്ചു വരുമ്പോഴേക്കും കാലി വെക്കും. അപ്പം ഇന്ന് രാവിലെ നല്ല മഴയായിരുന്നു. നമുക്ക് മഴ കിട്ടാൻ ചാൻസ് ഉണ്ട്. ചാലക്കുടിയിൽ നിന്ന് 1 മണിക്കൂറുണ്ട് അവിടേക്ക്. അപ്പം മഴ പെയ്താൽ നല്ല രസമായിരിക്കും. അപ്പോൾ വേഗം പോവാം. അപ്പം നമ്മ പറഞ്ഞ ഫാം ഈ അമ്പലത്തിന്റെ വഴിയിലാണ് വരുന്നത്. ഈ വഴിയിലൂടെ നേരെ പോയാൽ റൈറ്റ് സൈഡിലാണ് നമ്മുടെ ഫാം. അപ്പം ഇതാണ് ഫാമിന്റെ മെയിൻ എൻട്രൻസ്. നമുക്ക് ആദ്യം ഒരു കാര്യം ചെയ്യാം, ഡിസ്പ്ലേക്ക് വെച്ച ഫിഷിനെ ആദ്യം പരിചയപ്പെടാം. ഇത് എല്ലാവർക്കും അറിയുന്ന ഒരു വിഷയമായിരിക്കും. ഇതാണ് നോർമൽ റെഡ് ടൈൽ ക്യാറ്റ് ഫിഷ്. 350 രൂപ റേറ്റ് വരുന്നത്. അടുത്ത ഫിഷ് ടിൻഫോയിലാണ്. ഇത് നോർമൽ ടിൻഫോയിലാണ്. ഇതിൻ്റെ ആൽബിനോ ടിൻഫോയിൽ എടുക്കണം എന്നാണ് എൻ്റെ ഒരു പ്ലാൻ. പിന്നെ നമുക്കിത് ഒരു അരോണേനെ കാണാം. പ്ലാന്റ് ടാങ്കിലൊക്കെ ഇടാൻ പറ്റിയ പെർഫെക്റ്റ് ഫിഷാണ്. ഡിസ്കസ് ഫിഷ് എന്നാണ് ഇതിൻ്റെ പേര് വരുന്നത്. ഇവൻ്റെ പേര് സെനഗൽ ഫിഷ് എന്നാണ്. ഇതിൻ്റെ വെറൈറ്റി എനിക്ക് അത്ര പിടിയില്ല, ടെക്ലസി ആണെന്ന് തോന്നുന്നുണ്ട്. പിന്നെ ഇവൻ്റെ അടിയിൽ നമ്മുടെ ആൽബിനോ ഹെക്കലി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഇവരെങ്ങനെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നമുക്കൊരു ചെറിയ പണി കിട്ടി. അടിയിലെ ടാങ്കിൽ കിടന്ന വലിയൊരു പാക്കും ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ മേത്തേക്ക് വെള്ളം തെറിപ്പിച്ചു. ഇപ്പം ഈ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ബലൂൺ പ്ലാറ്റി. പ്ലാന്റ് ടാങ്കിലൊക്കെ ഇടാൻ പറ്റിയ മീനാണ്. അപ്പോൾ ഇതേ നമ്മുടെ റോക്കിയുടെ പോലെ തന്നെ പ്ലാറ്റിനം റെഡ് ടൈൽ ക്യാറ്റ് ഫിഷും എടുക്കുന്നുണ്ട്. പക്ഷെ ഇവന് ഓൾറെഡി ബുക്ക്ഡ് ഉണ്ടാവും. അവനത് ഗോൾഡ് ഫിഷിനെ കഴിക്കാനിട്ട് കൊടുത്തിട്ടുണ്ടാവും. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഫിഷാണ്. റെയിൻബോ ഷാർക്ക് എന്ന് പറയും. അതിൻ്റെ 2 വെറൈറ്റിയാണ് എടുക്കുന്നത്. അപ്പം നമ്മൾ നേരത്തെ കണ്ട സെനഗലിൻ്റെ വേറെ വെറൈറ്റി ഇവിടെ എടുക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു ഭാഗത്തേക്ക് വന്ന ചെറിയ ഗൗരാമി, അതേപോലെ പ്ലാറ്റി, മോളി, അങ്ങനത്തെ ചെറിയ ചെറിയ മീനുകളൊക്കെയാണ് എടുക്കുന്നത് കേട്ടോ. പിന്നെ മോൺസ്റ്റർ ഫിഷിനെ കീപ്പ് ചെയ്യുന്നവരുടെ ഫേവറേറ്റുകളാണ് ഓസ്കർ. അപ്പോൾ ഈ ടൈഗർ ഓസ്കർ ആണ് ഇപ്പോൾ ഇവിടെ കിടക്കുന്നത്. ഈ കാണുന്നത് മൾട്ടി കളർ വിഡോ ടെട്രയാണ്. വെട്ടുകത്തി പോലത്തെ ഒരു ഐറ്റം കണ്ടോ? പേരും അതുപോലെ തന്നെയാണ്. നൈഫ് ഫിഷ് എന്നാണ് അവൻ്റെ പേര് വരുന്നത്. ഇപ്പം ഇന്ത്യയിൽ പുതിയതായിട്ട് വന്നേക്കണ ഹൈബ്രിഡ് ക്യാറ്റ് ഫിഷ് ആണ്. ലിമ ഹൈബ്രിഡ് എന്നാണ് ഇതിൻ്റെ പേര് വരുന്നത്. പിന്നെ ഇതൊരു ചെറിയ കമ്മ്യൂണിറ്റി ടാങ്കാണ്. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ നമ്മുടെ അലിഗേറ്റർ കാർ കിടക്കുന്നുണ്ട്. ഈ ടാങ്കിന്റെ താഴെയാണ് സിൽവർ ഷാർക്ക് എടുക്കുന്നത്. നല്ല പുള്ളിക്കുത്തുള്ള വൈറ്റ് മോളി കിടക്കുന്നുണ്ട് കേട്ടോ. അതിന്റെ താഴെയും മോളീസ് കുറെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇതേ സെയിലാവാത്ത പ്ലാറ്റിനം റിട്ടൈലും കിടക്കുന്നുണ്ട്. അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ ഞാൻ കോണ്ടാക്ട് ചെയ്തോ. അപ്പോൾ നമ്മൾ തുടക്കത്തിൽ കണ്ട നോർമൽ ടിൻഫോയിലിന്റെ ആൽബിനോ വെറൈറ്റി ആണിത്. ആൽബിനോ ടിൻഫോയിൽ എന്ന് പറയും.
ഇത് പീസ് റേറ്റ് 10 രൂപ വരുന്ന ടൈഗർ ബാർബ് എടുക്കുന്നുണ്ട്. ഇത് ആൽബിനോ പാക്കോന്റെ കുഞ്ഞുങ്ങളാണ്. ഈ ടാങ്കിന്റെ മുകളിൽ തന്നെ ഇതിനെപ്പോലെ ഇരിക്കുന്ന എന്നാൽ ഇത്തിരി എക്സ്പെൻസീവ് ആയിട്ടുള്ള സിൽവർ ഡോളറിന്റെ കുഞ്ഞുങ്ങളും എടുക്കുന്നുണ്ട്. ഈ ഏഞ്ചലിനെ കണ്ട, ഇത് ഫ്രഷ് വാട്ടറിലേക്ക് കൺവേർട്ട് ചെയ്തിരിക്കുന്ന സീ ഏഞ്ചലാണ്. അപ്പൊ കുറച്ച് പ്രീമിയം അരോണ നോക്കുന്നവർക്ക് വാങ്ങാൻ പറ്റിയ അരോണയാണ്. ആൽബിനോ അരോണ എന്നാണ് ഇതിന്റെ പേര് വരുന്നത്. ഇത് സെനഗൽ ഫിഷിന്റെ തന്നെ ഒരു വെറൈറ്റി ആണ്. ലെപ്പേർഡ് സെനഗൽ എന്നാണ് ഇതിനെ പറയാം. പിന്നെ കളർഫുൾ ആയിട്ടുള്ള സീബ്രാസ് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ നേരത്തെ കണ്ട അരോണ മാത്രമല്ല കേട്ടോ, വേറെ അരോണാസും ഇവരിലെ സ്റ്റോക്ക് ഉണ്ട്. ഇത് കാറ്റ് ഫിഷിൽ തന്നെ വരുന്ന ഒരു എക്സോട്ടിക് വെറൈറ്റി ആണ്. റിപ്സോ കാറ്റ് ഫിഷ് എന്നാണ് ഇവന്റെ പേര് വരുന്നത്. അപ്പൊ ഇവരുടെ കയ്യിൽ തന്നെ നല്ല രീതിയിലുള്ള ബേറ്റ കളക്ഷൻ ഉണ്ട്. ഫൈറ്റർ ഫിഷ് എന്നും ചിലവർ വിളിക്കും. പിന്നെ അവർക്ക് ഫിഷിന്റെ സെയിൽ മാത്രമല്ല ഉള്ളത്. നിങ്ങളുടെ വീട്ടിലോ കമ്പനിയിലോ പക്കോറിയൊക്കെ സെറ്റ് ചെയ്യണമെങ്കിൽ ഇവരെ വിളിച്ചാൽ മതിയില്ല, ഇവർ വന്ന് സെറ്റാക്കി തന്നോളൂ. അതേപോലെ തന്നെ അക്വേറിയത്തിന് വേണ്ട സബ്സ്ട്രേറ്റ്സ് ഒക്കെ ഇവിടെ അവൈലബിൾ ആണ്. ഇത് ഇവരുടെ ഒരു ഡിസ്പ്ലേ ടാങ്ക് ആണ്. ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമായിട്ടുള്ള ഒരു ഫിഷിനെ ഇപ്പൊ കാണിച്ചു തരാം. ഇതിന്റെ പേര് അറിയാവുന്നവരൊന്ന് കമന്റ് ചെയ്തോളൂ. അപ്പോൾ സബ്സ്ട്രേറ്റ് മാത്രമല്ല, എല്ലാ ആക്സറീസും മെഡിസിൻസും അതേപോലെ ഫിൽറ്റേഴ്സ് എല്ലാം ഇവിടെ കിട്ടുന്നുണ്ട് കേട്ടോ. ഇനി ഇവിടുത്തെ VIP കാണിച്ചു തരാം. ഇവന്റെ പേര് മൈക്രോപെൽസ് എന്നാണ്, അല്ലെങ്കിൽ ജയന്റ് സ്നേക്ക് എന്ന് വിളിക്കാറുണ്ട് കേട്ടോ. ഇവനെ വീഡിയോ കാണുന്ന പോലെയല്ല, ഇവന്റെ സൈസ് നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റില്ല. നേരിട്ട് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര സൈസ് ഉണ്ടെന്ന്. എനിക്ക് തോന്നുന്നു 2 അടിയേക്കാളും കൂടുതൽ സൈസ് ഉണ്ട്. ഇവന്റെ 1 ഫീറ്റ് ആയിരുന്നു നമ്മുടെ കയ്യിൽ ഉണ്ടാകുന്നത്, പക്ഷെ അത്തുപോയി. അപ്പൊ ഡിസ്പ്ലേ ടാങ്ക് ഒക്കെ കഴിഞ്ഞില്ലേ, ഇന്ന് നമുക്ക് ഒരു മെയിൻ കളക്ഷനിലേക്ക് പോവാം. ഒരുപാട് ടാങ്ക് ഉണ്ട്, എല്ലാ ടാങ്കും നമുക്ക് കാണിക്കാൻ പറ്റില്ല കേട്ടോ. വീഡിയോ 1 ലെങ്ത്തിൽ ഇറക്കേണ്ട വരും. കഴിഞ്ഞ 2 വീഡിയോസ് ഞാൻ പാർട്ടായിട്ട് ഇറക്കിയത്. അപ്പോൾ വിചാരിച്ചു ഈ വീഡിയോ ഒറ്റ വീഡിയോ ആയിട്ട് ഇറക്കാം. അപ്പോൾ കുറേ എണ്ണം കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ പോയി കാണുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അത്രയധികം ടാങ്കുകളും ഉണ്ട്, ഫിഷുകളും ഉണ്ട്. പിന്നെ കുറേ ഫിഷസൊക്കെ റിപ്പീറ്റഡ് ആണ്, കുറേ ഫിഷസ് ഗ്രൂം ചെയ്യാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് വിസിറ്റ് ചെയ്യേണ്ട ഫാമാണ്. പലതരം ഫിൽട്രേഷനും അതുപോലെ ടാങ്കുകളും എങ്ങനെയാണ് ഫിഷിനെ കീപ്പ് ചെയ്യുന്നതെന്നൊക്കെ നിങ്ങൾക്ക് ഇവിടെ പോയാൽ മനസ്സിലാവും. പിന്നെ പുറത്തെ കൂടുതൽ ടാങ്കുകളിലുള്ളതും ഗോൾഡ് ഫിഷും അതേപോലെ കോയ് ഫിഷൊക്കെയാണ്. ചില ടാങ്കുകളിലൊക്കെ നമുക്ക് ഗപ്പീനൊക്കെ കാണാം. പിന്നെ ബ്ലാക്ക് മോറൊക്കെ കിടക്കുന്നുണ്ട്. മാത്രമല്ല വലിയ കുളത്തിലൊക്കെ ഒരു വലുതാകാൻ വേണ്ടിയിട്ട് അരാപ്പൈമേനെയും അതുപോലെ റെഡ് ടൈൽ ക്യാറ്റ് ഫിഷിനൊക്കെ ഇറക്കി വിട്ടിട്ടുണ്ടെന്ന് ഞാൻ പണ്ടത്തെ ഒരു വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിനൊന്നും നമുക്ക് കാണാൻ പറ്റില്ല, കാരണം വെള്ളം അത്ര ക്ലിയർ അല്ല. പിന്നെ ഈ ടാങ്ക് കണ്ടോ, നല്ല രസമില്ല കാണാൻ. ഈ ടാങ്കിൽ തന്നെ 100 കണക്കിന് മോളീസ് ഉണ്ടാവും. അങ്ങനെ ഓരോ ടൈപ്പ് ഫിഷിനെയും സെപ്പറേറ്റ് ആയിട്ട് ഫിൽട്രേഷൻ കൊടുത്തിട്ട് ഇട്ടേക്കാണ്. ഇവിടെ തന്നെ 2-3 കുളങ്ങളുണ്ട്. 2-3 അല്ല 4 കുളങ്ങളുണ്ട്. 4 കുളത്തിലും കോയ് ഫിഷും ഷാർക്കും റെഡ് ടൈൽ ക്യാറ്റ് ഫിഷൊക്കെ കിടക്കണം. ഇത് ബ്ലാക്ക് ഷാർക്കിന്റെ വലിപ്പമുള്ള പീസുകൾ എടുക്കുന്നത്. ഇവിടുന്ന് അങ്ങോട്ട് ഗോൾഡ് ഫിഷിന്റെ ഒരു ചാകരയാണ്. പല വെറൈറ്റിയിലുള്ള ചങ്കിയും ബൾക്കിയും അതുപോലെ നല്ല രസമുള്ള ഗോൾഡ് ഫിഷുകളാണ് ഈ ടാങ്കുകളിൽ മൊത്തം. ഇവരിങ്ങനെ മഴയും വെയിലൊക്കെ കൊണ്ട് പുറത്ത് കിടക്കണോണ്ട് നിങ്ങൾക്ക് പോണ്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ കൊണ്ടിടാൻ പറ്റിയ ഫിഷസ് ആണ് ഈ ഗോൾഡ് ഫിഷ്. പിന്നെ ഈ ഒരു കാഴ്ച കണ്ട, ഇതൊരു ഇടത്തോടാണ്. ഈ തോട്ടിൽ കോയി ഫിഷിനെ ഇറക്കിയേക്കാണ് വല കെട്ടിയിട്ട്. അങ്ങനെ ഫൈനലി നമ്മൾ വാങ്ങാൻ വന്ന ഫിഷിനെ പിടിക്കാൻ പോവാണ്. ആൽബിനോ ടിൻഫോയിലാണ് എടുക്കാൻ പോകുന്നത്. 4 പീസാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ റോക്കിയുടെ കൂടെ ഇടണമെങ്കിൽ വലിയ പീസിനെ നമുക്ക് വേണം. അതുകൊണ്ട് ഈ ചേച്ചിയോട് ഞാൻ പറഞ്ഞു നല്ല വലിയ പീസൊക്കെ പിടിച്ചിടാനായിട്ട്. ആൾ അതേപോലെ തന്നെ സഹകരിച്ച് വലിയ പീസൊക്കെ നമുക്ക് എടുത്തു തന്നു. അപ്പോൾ ഉള്ളതിൽ വലിയ പീസ് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് കുറച്ചും കൂടി വെള്ളം നിറച്ചിട്ട് ഇവനെ ഓക്സിജൻ അടിച്ച് പാക്ക് ചെയ്യാം.
तो आप किधर से हैं? मैं झारखंड से। झारखंड से. അപ്പൊ അടുത്തത് നമ്മൾ ഈ കത്തി പോലെ ഇരിക്കുന്ന ഫിഷിനെ എടുക്കാൻ പോകുന്നത്. ഇവന്മാരെ സെലക്ട് ചെയ്ത് പിടിക്കാന്ന് പറയുന്നത് കുറച്ച് പാടായിരുന്നു. എന്നാലും കുറച്ച് സമയം എടുത്തിട്ട് ആ ചേച്ചി നമുക്ക് 2 എണ്ണത്തിനെ പിടിച്ചു തന്നു കേട്ടോ. അപ്പം നമ്മൾ വാങ്ങിയ 2 നൈഫ് ഫിഷിനെയും ഓക്സിജനൊക്കെ അടിച്ച് പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ ആൽബിനോട്ട് ഇൻഫോയിലും നൈഫ് ഫിഷൊക്കെ കവറിലായിട്ട് നമുക്കിനി വേഗം വീട്ടിൽ പോവാം. അപ്പോൾ രാവിലെ പോയതാണ്, നല്ല വിശപ്പുണ്ടായിരുന്നു. ഇത് ചാലക്കുടിയിലെ ബർഗറിനാണ്. ഇവിടെ നല്ല ചൈനീസ് റാപ്പ് കിട്ടും. അപ്പോൾ അതൊക്കെ വാങ്ങിയതായി നമ്മൾ വീട്ടിലെത്തിക്കണം. മഴയൊന്നും ഉണ്ടായില്ല ഭാഗത്തിന്. എന്തായാലും ഫിഷിനൊക്കെ നമുക്ക് നമ്മുടെ പൂച്ചനെ കാണിച്ചു കൊടുക്കാം. പിന്നെ പിക്കപ്പ് വീണ്ടും ഗർഭിണിയാണോ എന്ന് ഡൗട്ട് ഉണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ ക്വാറന്റൈൻ ചെയ്യാനായിട്ട് ഈ ടബിലേക്ക് ആക്കി മാറ്റുക. ആദ്യം ഞാൻ വിചാരിച്ച റോക്കിയുടെ കൂടെ ഇടാമെന്നാണ്. പക്ഷെ വീട്ടിലെത്തിയപ്പോൾ ഞാൻ പ്ലാൻ അങ്ങ് മാറ്റി. നമുക്കിനി പീക്കോ ബാസിന്റെ കൂടെ ഇടാം. കണ്ടാ ഫോണായാലും ഞാൻ പറഞ്ഞില്ലേ, അതും കൂടി ആ ഭാഗത്താക്കി. റോക്കി ഗസ്റ്റ് ഉണ്ട്, പിടിച്ച് തിന്നരുതിട്ടാ. അപ്പം ഇനി ടെമ്പറേച്ചറൊക്കെ സെറ്റായിട്ട് ഫിഷ് ഒന്ന് അക്ലമേറ്റ് ചെയ്യാനായിട്ട് ഒരു 20 മിനിറ്റ് സമയം എടുക്കും. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ഇവനെ അങ്ങ് തട്ടാം. അപ്പോൾ ഇവരുടെ അക്യുമുലേഷൻ ഒക്കെ കഴിഞ്ഞു, ടെമ്പറേച്ചറൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി ജസ്റ്റ് ക്വാറന്റൈൻ ചെയ്യാനായിട്ട്, അതായത് എന്തെങ്കിലും ഫംഗസ് ഉണ്ടെങ്കിൽ അത് പോകാനായിട്ട് നമ്മൾ മെത്തലീൻ ബ്ലൂ വെച്ചിട്ട് ഒന്ന് ട്രീറ്റ് ചെയ്യാൻ പോവാം. ആ നേരം കൊണ്ട് നമുക്ക് പോളാർ പാറ്റിനൊക്കെ ഫീഡ് ചെയ്യാം. ഇവിടെ കുഞ്ഞുങ്ങളൊക്കെ നല്ല സൈസ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീണ്ടും ഒരു മുട്ടയിട്ട് ഇതേ കുഞ്ഞുങ്ങൾ വരാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ഗോൾഡൻ കൽബരീനെ എടുക്കാൻ പോയ വീഡിയോസൊക്കെ എല്ലാവരും കണ്ടെന്ന് വിചാരിക്കുന്നു. കണ്ടില്ലെങ്കിൽ കയറി കണ്ടോളൂ. അപ്പോൾ ടബിലൊക്കെ ഇട്ട് വെച്ച് ട്രീറ്റ് ചെയ്ത് 1 മണിക്കൂർ വേണ്ടി ഞാനിപ്പോൾ ഇതേവരെ വൈറ്റ് ടാങ്കിലേക്ക് റിലീസ് ചെയ്യാണ്. ഇവൻ്റെ ഈ ബ്ലാക്ക് ഒക്കെ വേണ്ട, കുറച്ച് കഴിയുമ്പോൾ ഇത് വൈറ്റ് ആയി മാറും. കാരണം നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് ആയതുകൊണ്ട് ഇവനും അതിലേക്ക് അഡാപ്റ്റ് ആവും. പിന്നെ ഞാൻ അധികം ഹൈഡിങ് സ്പേസ് ഒന്നും ആഡ് ചെയ്യുന്നില്ല. റീസൺ എന്താ വെച്ചാൽ ഇവന്മാരെ ആഡ് ചെയ്യുമ്പോൾ എന്തായാലും പീക്കോ ബാസ് മുകളിലേക്ക് വരും. അപ്പോൾ അവന്മാർക്ക് നല്ല സൺലൈറ്റ് കിട്ടും. അപ്പോൾ ആ ഗോൾഡൻ കളറൊക്കെ ഒന്ന് കയറി വരും. അപ്പോൾ എല്ലാവർക്കും മീനുകളൊക്കെ ഇഷ്ടമായ ഇതേപോലെ മീനുകൾ വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ എന്നെ ഇൻസ്റ്റയിൽ കോൺടാക്ട് ചെയ്തോളൂ. ഇൻസ്റ്റയിൽ നമ്മളിപ്പോൾ 5K ഫോളോവേഴ്സിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. നമുക്ക് വേഗം 10K അടിക്കണം. അപ്പോൾ താഴെ ഞാൻ ലിങ്ക് കൊടുക്കാം, വേഗം കയറി ഫോളോ ചെയ്തോളൂ. പിന്നെ ഒരിക്കൽ കൂടി താങ്ക്സ് പറയണം. നമ്മുടെ യൂട്യൂബ് ചാനൽ 15K സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ സപ്പോർട്ട് തന്നെ മുന്നോട്ടും വേണം. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.